നമസ്കാരം. ലോകത്തെ കൂടുതൽ മനോഹരമാക്കുന്ന ചില നല്ല വാർത്തകളുമായി പോസിറ്റീവ് പ്ലസ്. ഏവർക്കും സ്വാഗതം. ലോകകപ്പിൽ പുറത്തായ ഒരു ടീം, എന്നാൽ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു ഗോൾ കീപ്പർ. 2026 ലോകകപ്പിൽ കേപ്പ് വെർഡെയുടെ സ്വപ്നയാത്ര അവസാനിച്ചെങ്കിലും ഗോൾ കീപ്പർ ഒസിനിയുടെ ജനപ്രീതി കുതിച്ചുയരുകയാണ്. ടൂർണമെന്റിലെ അസാധാരണ പ്രകടനങ്ങൾക്ക് പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ 2.5 കോടിയിലധികം ഫോളോവേഴ്സുമായി ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ഗോൾ കീപ്പറായി അദ്ദേഹം മാറി. ഓരോ സേവിനൊപ്പവും അദ്ദേഹം തടഞ്ഞത് പന്തുകൾ മാത്രമല്ല, ചെറിയ രാജ്യങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ കാണാനാകില്ലെന്ന ധാരണ കൂടിയാണ്. ആ വാർത്തയിലേക്ക്. ഒരു ലോകകപ്പ് ചിലപ്പോൾ കിരീട ജേതാക്കളെയും മാത്രമല്ല, പുതിയ ഇതിഹാസങ്ങളെയും ലോകത്തിന് സമ്മാനിക്കാറുണ്ട്. 2026 ഫിഫ ലോകകപ്പിൽ അത്തരമൊരു അത്ഭുത കഥയാണ് കേപ്പ് വെർഡെയുടെ ഗോൾ കീപ്പർ ഒസിനിയയുടേത്. ലോകകപ്പിലെ ശ്രദ്ധേയ പ്രകടനങ്ങൾക്കൊടുവിൽ ഒസിനിയ ലോകത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സുള്ള ഗോൾ കീപ്പറായി മാറിയിരിക്കുകയാണ്. ടൂർണമെന്റ് ആരംഭിക്കുന്നതിനു മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം 50,000 ഫോളോവേഴ്സ് മാത്രമുണ്ടായിരുന്ന താരത്തിന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 2.5 കോടിയിലധികം ഫോളോവേഴ്സാണ് ലഭിച്ചത്. ഒരു ലോകകപ്പ് താരത്തിന്റെ ജീവിതം എങ്ങനെ മാറ്റിമറിക്കുമെന്ന് തെളിയിക്കുന്ന അപൂർവ ഉദാഹരണമാണിത്. ഫുട്ബോൾ ലോകത്തെ വമ്പൻ ടീമുകൾക്കിടയിൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെയാണ് ചെറിയ ദ്വീപ് രാഷ്ട്രമായ കേപ്പ് വെർഡെ ലോകകപ്പിൽ എത്തിയത്. എന്നാൽ എതിരാളികളുടെ തുടർച്ചയായ ആക്രമണങ്ങളെ അതിശയിപ്പിക്കുന്ന സേവുകളിലൂടെ തടഞ്ഞ ഒസിനിയ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയം കീഴടക്കി. ഓരോ മത്സരത്തിനു പിന്നിലെ അദ്ദേഹത്തിന്റെ സേവുകളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ലോകത്തിലെ പ്രമുഖ താരങ്ങളും ഫുട്ബോൾ പേജുകളും അദ്ദേഹത്തെ പ്രശംസിച്ച് രംഗത്തെത്തി. Obviamente não está triste o resultado, mas não tenho estado orgulhoso e satisfeito do percurso que nós até ali. Não tem um grupo fantástico, não tem jogadores de muita qualidade e não dignificar o nome de Cabo Verde e o nome de seleção nesse maior palco do mundo. Hoje não lutar com a Argentina de igual para igual, não lutar para resultado, nunca consegui, mas o futebol é assim, não acaba por sofrer um gol de canto, mas ainda não tive chance de empatar outra vez, mas não tenho estado muito orgulhoso desse trabalho que não fazer, porque acho que o futebol cabo-verdiano merecia isso há muito tempo. നോക്കൌട്ട് ഘട്ടത്തിൽ അർജന്റീനയോട് പോരാടി വീണെങ്കിലും കേപ്പ് വെർഡെയുടെ പോരാട്ട വീര്യം, ഒസിനിയയുടെ അസാമാന്യ പ്രകടനവും ആരാധകർ മറന്നില്ല. ടീമിന്റെ ലോകകപ്പ് യാത്ര അവസാനിച്ചെങ്കിലും ഒസിനിയയുടെ ജനപ്രീതിയുടെ യാത്ര ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ തുടങ്ങിയത്. ചെറിയൊരു രാജ്യത്തിന്റെ ഗോൾ പോസ്റ്റിൽ നിന്ന് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രത്തിലേക്കുള്ള ഒസിനിയയുടെ ഈ കുതിപ്പ് കഴിവും ആത്മവിശ്വാസവും കഠിനാധ്വാനവുമുണ്ടെങ്കിൽ ലോകം ഒരു നാൾ നിങ്ങളെയും ശ്രദ്ധിക്കുമെന്ന സന്ദേശം നൽകുന്ന പ്രചോദനാത്മകമായ കഥയായി മാറുകയാണ്. സ്കൂളുകളിലെ നിയമങ്ങളും തീരുമാനങ്ങളും അധ്യാപകർ മാത്രമല്ല, കുട്ടികളും ചേർന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ എങ്ങനെയിരിക്കും? UK-യിലെ നിരവധി സ്കൂളുകളിൽ ഇപ്പോൾ കുട്ടികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സ്വന്തം അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാനും സ്കൂളിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും അവസരം നൽകുന്ന പുതിയ മാതൃക വലിയ ശ്രദ്ധ നേടുകയാണ്. കുട്ടികളുടെ ആത്മവിശ്വാസവും ജനാധിപത്യ ബോധവും വളർത്തുന്ന ഈ സംരംഭം ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ്. കുട്ടികൾക്ക് സ്വന്തം സ്കൂളിന്റെ നടത്തിപ്പിൽ അഭിപ്രായം പറയാം, പുതിയൊരു മാറ്റത്തിന് വഴിയൊരുക്കാം. UK-യിൽ സ്കൂളിലെ തീരുമാനങ്ങളിൽ കുട്ടികളുടെ അഭിപ്രായങ്ങൾക്കും താൽപര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന പുതിയ വിദ്യാഭ്യാസ മാതൃക ശ്രദ്ധ നേടുകയാണ്. സ്മാർട്ട് സ്കൂൾ കൗൺസിൽസ് എന്ന സംരംഭത്തിലൂടെ നൂറുകണക്കിന് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അഭിപ്രായം പറയാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും അവസരം നൽകുന്നു. ഇതിലൂടെ ആഴ്ചതോറും നടക്കുന്ന ചർച്ചകളിൽ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട് മെച്ചപ്പെടുത്തൽ, പുതിയ ക്ലബ്ബുകൾ ആരംഭിക്കൽ, ഏകാന്തത അനുഭവിക്കുന്ന കുട്ടികൾക്കായി വെടിബെഞ്ച് ഒരുക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ഈ നല്ല ആശയങ്ങൾ സ്കൂൾ അധികൃതർ നടപ്പിലാക്കുകയും ചെയ്യുന്നു. I don't
agree with cursing exactly. So people at home, I get, are allowed to say these words. Town hall is where we see things in our community. We're like, this needs to be changed, or this needs to be added, or this needs to be taken away. And we bring it up in town hall, and we discuss it. We take a majority vote to see if we have different solutions to fix the problem. ഈ മാതൃക പിന്തുടരുന്ന സ്കൂളുകളിൽ പഠിക്കുന്ന ഏകദേശം 90% കുട്ടികളും തങ്ങളുടെ അഭിപ്രായം കേൾക്കപ്പെടുന്നു എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിലൂടെ കുട്ടികളുടെ ആത്മവിശ്വാസവും ആശയവിനിമയ ശേഷിയും നേതൃത്വ പാഠവും വളരുന്നതിനൊപ്പം ജനാധിപത്യ മൂല്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിന്റെ ഭാഗമാകുന്നുവെന്നും വിദ്യാഭ്യാസ വിദഗ്ധർ വിലയിരുത്തുന്നു. അമേരിക്കയിൽ ഇനി കുട്ടികൾക്കും ബിസിനസ് തുടങ്ങാം. ലൈസൻസും പെർമിറ്റും വേണ്ട. മിഷിഗൺ സംസ്ഥാനത്ത് നാരങ്ങാവെള്ളം വിൽക്കാൻ ലൈസൻസ് ഫീസ് അടയ്ക്കണമെന്ന നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് 3 സഹോദരങ്ങൾ നടത്തിയ പോരാട്ടമാണ് സംസ്ഥാന നിയമത്തിൽ നിർണായക മാറ്റത്തിന് വഴിയൊരുക്കിയത്. കുട്ടികളുടെ ചെറിയ സംരംഭങ്ങൾക്ക് ഇനി ലൈസൻസും പെർമിറ്റും നിർബന്ധമല്ലെന്ന നിയമ ഭേദഗതിക്കാണ് സംസ്ഥാന നിയമസഭ അംഗീകാരം നൽകിയത്. റോജേഴ്സ് സിറ്റിയിലെ പച്ചക്കറി മാർക്കറ്റിൽ 3 വർഷമായി ട്രിപ്പിൾ എം ഗുഡ്സ് എന്ന പേരിൽ നാരങ്ങാവെള്ളം വിൽക്കുന്ന കുട്ടികളോട് 2 ആഴ്ച കൂടുമ്പോൾ $57 വീതം താൽക്കാലിക ഭക്ഷ്യ ലൈസൻസ് എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. വേനൽക്കാലം മുഴുവൻ കച്ചവടം നടത്താൻ ഏകദേശം $400 ചെലവാകുമെന്നതിനാൽ കുട്ടികൾ സ്റ്റാൾ അടച്ചുപൂട്ടേണ്ടി വന്നു. തുടർന്ന് കുട്ടികൾ പ്രാദേശിക ജനപ്രതിനിധിയായ കാം കാവറ്റിനെ നേരിൽ കണ്ട് പ്രശ്നം വിശദീകരിച്ചു. പിന്നീട് നിയമസഭാ സമിതിക്ക് മുമ്പാകെ പരാതി നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ നടത്തുന്ന ചെറിയ നാരങ്ങാവെള്ള സ്റ്റാളുകൾക്ക് ലൈസൻസും പെർമിറ്റും നിർബന്ധമാക്കുന്ന നിലവിലെ വ്യവസ്ഥയിൽ ഇളവ് നൽകുന്ന ഹൗസ് ബിൽ മിഷിഗൺ ജനപ്രതിനിധി സഭ ഏകകണ്ഠമായി പാസാക്കി. ബില്ലിപ്പോൾ സംസ്ഥാന സെനറ്റിന്റെ പരിഗണനയിലാണ്. പുതിയ ബിൽ നിയമമായാൽ വർഷത്തിൽ $5000 താഴെ വരുമാനമുള്ളതും ശീതീകരണം ആവശ്യമില്ലാത്ത മദ്യരഹിത പാനീയങ്ങൾ വിൽക്കുന്ന കുട്ടികൾക്ക് ലൈസൻസോ പെർമിറ്റോ ആവശ്യമുണ്ടാകില്ല. കുട്ടികളിലെ സംരംഭകത്വവും പൗരബോധവും പ്രോത്സാഹിപ്പിക്കുന്ന സുപ്രധാന തീരുമാനമായാണ് ഈ നിയമ ഭേദഗതിയെ വിലയിരുത്തുന്നത്. ഒരു പേനയ്ക്ക് കുട്ടിയുടെ കൈയക്ഷരം മാത്രമല്ല പഠനത്തിലെ ബുദ്ധിമുട്ടുകളും തിരിച്ചറിയാൻ കഴിഞ്ഞാലോ? തിരുപ്പതിയിലെ ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് വികസിപ്പിക്കുന്ന AI സ്മാർട്ട് പേനയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സാധാരണ പേപ്പറിൽ എഴുതുന്നതിനിടെ കുട്ടിയുടെ എഴുത്ത് ശൈലി വിശകലനം ചെയ്ത് വ്യക്തിഗത പഠന നിർദ്ദേശങ്ങൾ നൽകാനും കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ പഠിക്കാനും സഹായിക്കുന്ന ഈ കണ്ടുപിടുത്തം വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പ്രതീക്ഷകളാണ് ഉയർത്തുന്നത്. ഒരു സാധാരണ ബോൾ പോയിന്റ് പേനയെ പോലെ എഴുതും. പക്ഷേ അതിനുള്ളിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദ്യാർത്ഥികളുടെ കൈയക്ഷരം മാത്രമല്ല എഴുതുന്ന രീതിയും മനസ്സിലാക്കും. തിരുപ്പതി ആസ്ഥാനമായുള്ള വാഹിനി ടെക്നോളജീസ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്മാർട്ട് പേന പഠനരംഗത്ത് പുതിയ സാധ്യതകൾ തുറക്കുകയാണ്. കാഴ്ചപരിമിതിയുള്ള വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം കൊണ്ടാണ് ഈ ആശയത്തിന് തുടക്കമിട്ടത്. സാധാരണ പേപ്പറിൽ തന്നെ എഴുതുന്ന ഈ പേനയിലെ സെൻസറുകളും AI സാങ്കേതിക വിദ്യയും എഴുത്തിന്റെ വേഗത, അക്ഷരരൂപം, പേനയുടെ നിയന്ത്രണം, കൈയുടെ ചലനങ്ങൾ എന്നിവ വിശകലനം ചെയ്ത് ഡിജിറ്റൽ വിവരങ്ങളാക്കി മാറ്റുന്നു. കൈയക്ഷരം മെച്ചപ്പെടുത്താൻ വ്യക്തിഗത പരിശീലന നിർദ്ദേശങ്ങൾ നൽകുന്നതിനൊപ്പം കുട്ടികളിലെ എഴുത്തു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നേരത്തെ തിരിച്ചറിയാനും ഈ സാങ്കേതിക വിദ്യ സഹായിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. പ്രത്യേക പേപ്പറൊന്നും ആവശ്യമില്ലാതെ സാധാരണ പേപ്പറിൽ പ്രവർത്തിക്കുന്നതാണ് ഈ സ്മാർട്ട് പേനയുടെ മറ്റൊരു പ്രത്യേകത. ഓരോ കുട്ടിക്കും ഒരേപോലെ പഠിക്കാനുള്ള അവസരം ഒരുക്കാൻ സാങ്കേതിക വിദ്യ എങ്ങനെ കരുത്താകുമെന്ന് തെളിയിക്കുകയാണ് ഇന്ത്യയുടെ ഈ സ്മാർട്ട് കണ്ടുപിടുത്തം. പോസിറ്റീവ് പ്ലസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വാർത്തകളിലെ നന്മയുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നന്ദി.